ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ അഖിൽ ഫ്രം റേസ് എഡ്യൂക്കേഷൻ. സോ മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 8ാം ക്ലാസ്സിന്റെ ഓണം എക്സാമിന് മാത്സിലെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എങ്ങനെയാണെന്നാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ ചാപ്റ്ററാണ് നമുക്ക് ഓണം പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതെന്നും അതിൽ ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിന് ചോദ്യം വരും, അത് തന്നെ ഏതൊക്കെ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ചെറുത്, ഏത് മാർക്കാ, ഒരു മാർക്കിന്റെ ചോദ്യം ഈ വർഷം ഉണ്ടോ, ഇനി 4 ഉണ്ടോ, 5 ഉണ്ടോ, എത്ര മാർക്ക് വരെയാണ് മാക്സിമം ചോദ്യം ചോദിക്കുക, അത് തന്നെ ഓരോ ചാപ്റ്ററിലും എത്രത്തോളം ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് വേഗം ചെക്ക് ചെയ്ത് നോക്കാം. വെയിറ്റേജ് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പഠിക്കുന്ന സമയത്തും ഒരു ഐഡിയ കിട്ടും. ഈ ചാപ്റ്ററിന് ഇത്ര മാർക്കിന് ചോദ്യം വരും, ഇപ്പൊ ഞാൻ ഈ ചാപ്റ്റർ പഠിച്ചാൽ എനിക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു രസകരമായിട്ട് മാറും. ഓക്കേടാ, നമുക്ക് ഓരോരോ ചാപ്റ്റർ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ആകെ ഓണം എക്സാമിന് എത്ര ചാപ്റ്റർ ആണ് മാത്സ് എന്ന് പഠിക്കാനുള്ളത്? 4 ചാപ്റ്ററുകളാണ് നമുക്ക് ഓണം എക്സാമിനുള്ളത് കേട്ടോ. പോളിഗൺസ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ വരെ. ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും അറിയാലോ, സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങൾ. 2ാമത്തെ ചാപ്റ്റർ ഏതാ? ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ. മൂന്നാമത്തെ നമ്മുടെ സ്ക്വയേഴ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന സ്ക്വയർ ഐഡന്റിറ്റീസ്, വർഗ്ഗ സമവാക്യങ്ങൾ. പിന്നെ ഏറ്റവും അവസാനം പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും. ഓക്കെ, ഇത്രയും ചാപ്റ്ററുകളിൽ 1ാമത്തെ ചാപ്റ്റർ ഒരു ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് അതിൽ ഒരുപാട് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നില്ല. 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ഒരു 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും എല്ലാം കൂടെ ഒരു 5 മാർക്കാണ് ഏതാണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിന് വരുന്ന ഒരു വെയിറ്റേജും. അപ്പൊ ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ 1 മാർക്ക് എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 1 മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് അവിടെ വരാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇടാ, ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ ചാപ്റ്ററിനെ പറ്റി നല്ലതുപോലെ അത്യാവശ്യം ചെയ്ത് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ, ഒരു ധാരണ ഉള്ള ഒരാളാണെങ്കിൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസുകൾ. അപ്പൊ നിങ്ങൾ നന്നായി ചാപ്റ്റർ പഠിച്ച ആൾക്കാരായിരിക്കില്ലേ? ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ. എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈവിലൊക്കെ നിങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന് 5 മാർക്കോളം നമുക്ക് എക്സാമിന് ഉണ്ടാവും. സെക്കൻഡ് ചാപ്റ്റർ കുറച്ചും കൂടെ വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ, ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ. ആ ചാപ്റ്ററിന് എങ്ങനെയാ ക്വസ്റ്റ്യൻ അറിയോ? 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ചോദ്യം ആ ചാപ്റ്റർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 12 മാർക്കോളം ഈ ഒരൊറ്റ ചാപ്റ്ററിന്, നമ്മുടെ ഈ 2ാമത്തെ ചാപ്റ്ററിന് മാത്രം എക്സാമിന് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ 3rd ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്താൽ അതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചാപ്റ്റർ. നമ്മൾ ഇപ്പം 8ാം ക്ലാസ്സിൽ പഠിച്ചതിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ ചാപ്റ്റർ സ്ക്വയർ ഐഡന്റിറ്റീസ് ആണ് അല്ലെ, വർഗ സമവാക്യങ്ങൾ. 13 മാർക്കിനോളമാണ് ആ ചാപ്റ്ററിന് എക്സാമിന് ചോദ്യം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഈ 1 മാർക്ക് എല്ലാ സ്ഥലത്തും കിടക്കുന്നില്ലേ? അതിന്റെ മീനിങ് എന്താ മനസ്സിലായോ? എല്ലാ ചാപ്റ്ററിനും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. ഏതെങ്കിലും ഒരു ചാപ്റ്ററിന് ഒരു ചോദ്യം ചോദിച്ച് ഒഴിവാക്കല്ല, മുഴുവൻ ചാപ്റ്ററിനും ഓരോ ചോദ്യം ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. റെഡി? പിന്നെ അതേപോലെ 8ാം ക്ലാസ്സിലെ ഒരു പരീക്ഷയുടെ ഫോർമാറ്റ് എന്താന്ന് വെച്ചാൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ 4 ചാപ്റ്ററിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 4ഓളം ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെത് പ്രതീക്ഷിക്കാം. 3 മാർക്കിന്റെയും 4 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. 4 മാർക്കിന്റെയും 4 ചോദ്യങ്ങൾ എല്ലാം കൂടെ 40 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലെ. പോളിഗൺസ് അഥവാ ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനും നമുക്ക് 10 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 4 മാർക്കിന്റെ 4 ചോദ്യം പരീക്ഷയ്ക്ക്. അപ്പൊ 4 4 16 ആയില്ലേ? പിന്നെയോ 3 മാർക്കിന്, അപ്പൊ 16 4 × 4 16. ഇനി 3 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവും, അതൊരു 12. റെഡി? 2 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവും, അത് 8. ഇപ്പൊ എത്ര? 28 8 കൂടെ 36. ഇനി 1 മാർക്കിന്റെ 4 ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാവും, അതൊരു 4. എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ, 40 മാർക്ക് കറക്റ്റ് വരുന്നില്ലേ? ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. 4 മാർക്കിന്റെ ചോദ്യങ്ങളും 3 മാർക്കിന്റെ ചോദ്യം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും, അതേപോലെ 1 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങളും 4 എണ്ണം വീതമുണ്ടാവും. പിന്നെ ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാവും, അത് ആ ക്വസ്റ്റ്യൻസിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയൂ കേട്ടോ. ഓപ്ഷൻ ഇപ്പോൾ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 8ാമത്തേലെ എ ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞൊരു ചോദ്യം ഉണ്ടാവും, ഓർ അതിൻ്റെ അകത്തൊരു ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് വേറെ ഒരെണ്ണം ഉണ്ടാവും. ആ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 2ഉം കൂടെ ചെയ്തു വെച്ചാൽ 2നും മാർക്ക് തരത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കി നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് മനസ്സിലാക്കി നല്ല മക്കളായിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കാം. ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് കേട്ടോ. പിന്നെ 3rd ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് അല്ലെ, 13 മാർക്ക്. സെക്കൻഡ് ചാപ്റ്റർ അതിനോട് അടുപ്പിച്ച് തന്നെ നിൽക്കുന്നുണ്ട്,
ഏകദേശം തുല്യം തന്നെയാണ്. ഈക്വൽ ട്രയാങ്കിൾ, തുല്യ ത്രികോണങ്ങളിൽ 12 മാർക്കോളം ചോദ്യം, ബഹുഭുജങ്ങളിൽ 10. ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും അറിയാം, ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് കുറച്ച് മാർക്കിനെ വരുന്നുള്ളൂ. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ എല്ലാം ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ മറക്കാതെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലൈവിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ലൈവിൽ ജോയിൻ ചെയ്യുക. എക്സാമിന് വരുന്ന രീതിയിൽ തന്നെ അതേ പുതിയ പാറ്റേൺ സ്റ്റൈലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് പരീക്ഷ സൂപ്പറായിട്ടും നിങ്ങൾ പഠിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് കിട്ടുന്ന രീതിയിൽ 40 ഔട്ട് ഓഫ് 40 നമ്മൾ സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ലൈവ് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ലൈവിൽ മറക്കാതെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നിങ്ങളോട് പറയാനുള്ളത്. ഇനി പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയോ പഠിക്കേണ്ട, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് കാര്യങ്ങൾ വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പഠിക്കുക. സോ മക്കളെ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.